നമുക്ക് ലാസ്റ്റ് മീൽ പ്രിപ്പ് വീഡിയോയിൽ ഈസി സീറോ ഓയിൽ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. റെസിപ്പി മറന്നു പോകാതിരിക്കാനായിട്ട് വീഡിയോ ഇപ്പോഴേ സേവ് ചെയ്ത് വെച്ചോ. ആദ്യം ഒരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, മല്ലിയില, പുതിന എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരച്ച പേസ്റ്റിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് ഇതിനകത്ത് ഈ കൽപ്പാസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതുണ്ടെങ്കിൽ ആ തമിഴ് ബിരിയാണിയുടെ ഫ്ലേവർ കുറച്ചുകൂടെ കിട്ടും. അതില്ലെങ്കിലും കുഴപ്പമില്ല. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരച്ച പേസ്റ്റ് നേരെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് 2-3 മിനിറ്റ് വയറ്റി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് വയറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ 2-3 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 800 ഗ്രാം ബോണിൻ ചിക്കൻ തൈസാണ് യൂസ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത് ആ മസാല മൊത്തം ചിക്കന് നന്നായി കോട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അല്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് ചിക്കൻ കുക്ക് ചെയ്യുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കനിലേക്ക് റൈസിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കഴുകിയ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 150 ഗ്രാം ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലോട്ട് നാരങ്ങ നീരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു 7 to 8 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. ഏകദേശം വെള്ളം ഇത്രയും വറ്റി കഴിയുമ്പോൾ 15 to 20 മിനിറ്റ്സ് ദം ചെയ്യാൻ വെച്ച് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈസി തമിഴ് ബിരിയാണി റെഡിയായി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത്രയും ബിരിയാണി ഒരുമിച്ച് കഴിക്കുന്ന ഒരിക്കലും ഹെൽത്തി അല്ല. നിങ്ങൾ ഇതിന്റെ പോഷൻ കൺട്രോൾ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ 3 പോർഷനാക്കി 3 മീലായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഒരു സീറോ ഓയിൽ കേരള സ്റ്റൈൽ ബിരിയാണിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാ, കേരള സ്റ്റൈൽ ബിരിയാണിയാണോ തമിഴ് സ്റ്റൈൽ ബിരിയാണിയാണോ എന്നും കൂടെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.